myself with milestone makers. റീസെന്റ് ഏതെങ്കിലും ഒരു ഗോസിപ്പ് നീ വെന്റ് ത്രൂ ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ? കുടുംബവിളക്ക് 2 കാണാത്തോണ്ട് പലരും വിചാരിച്ചു ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. പിന്നെ ഞാൻ തായ്ലാൻഡില് മറ്റേ ബീച്ചിന്റെ ഫോട്ടോസ് ഒക്കെ ഇട്ടപ്പോ എല്ലാരും വിചാരിച്ചു നമ്മുടെ ഹണിമൂണും കഴിഞ്ഞു ഞാൻ പ്രഗ്നന്റ് ആതാ വരാത്തെന്ന്. എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ അതെന്റെ സ്നേഹമാണ്. ഐ ലവ് യു. ടഫ് ആയിട്ടുള്ള ചോദ്യമാണേ ഇത്. ബൂ ആൻസർ പറയൂന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഭയങ്കര കാൽക്കുലേറ്റഡ് പേഴ്സൺ ആണ്. ബൈ ഗോഡ് ഗ്രേസ് എനിക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ എനിക്ക് കല്യാണത്തെ ഒരു നല്ല ബ്യൂട്ടിഫുൾ വൈഫ് ആണ്, അങ്ങനത്തെ ഒരു ചെയ്യുന്നുണ്ട്. എന്നെ ഫസ്റ്റ് മീറ്റ് ചെയ്ത സ്ഥലം അവിടെ വീട്ടിലെ വെച്ചാണ് ഫസ്റ്റ് മീറ്റ് ചെയ്തത്. അല്ല അതെ അല്ലെന്നേ. First we met at your home only. How can you tell this much lie to audience? I'm not lying. No, you are. No. Yes. You're forgetting everything. No. Oh man, ഞാൻ ഒരിക്കലും ബൂനെ മീറ്റ് ചെയ്ത സ്ഥലം മറക്കില്ല. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ adenium plants പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹായ്, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ സ്വന്തം ശരണ്യാനന്ദ്, മൈസെൽഫ് വിത്ത് മൈൽസ്റ്റോൺ മേക്കേഴ്സ്. സോ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് എൻ്റെ ബെറ്റർ ഹാഫിൻ്റെ കൂടെയാണ്. സോ ഞങ്ങൾ ഇന്ന് കുറച്ച് കുസൃതി ചോദ്യമാണോ പേഴ്സണൽ ചോദ്യമാണോ എന്ന് എനിക്ക് ബൂയുടെ കയ്യിലിരിക്കുന്ന അറിയത്തില്ല, എൻ്റെ കയ്യിലിരിക്കുന്നത് ബൂനും അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ ഈ ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചോദിച്ച് സ്നേഹമാവോ വരക്കാവോ എന്ന് കണ്ടറിയാം. എനി ഹൗ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അവർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത്. എല്ലായിടത്തും ലേഡീസ് ഫസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. അപ്പോ ഇവിടെ സീരിയസ് ആണ്. അപ്പോ ശരണ്യ, സ്കൈയുടെ സ്റ്റാർ ക്രഷ് ആരാണ്? സ്റ്റാർ ക്രഷ് ഒരാൾ പറയണം. സ്റ്റാർ ക്രഷ് ഞാൻ പറയാം, കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കരിയർ തുടങ്ങിയ ലാലേട്ടനും എൻ്റെ കരിയറിൽ മമ്മൂക്കയും എനിക്ക് ഫസ്റ്റ് സ്റ്റാർ ക്രഷ്. സോറി ബൂ, സോറി ബൂ. ആണല്ലേ, അപ്പൊ നമ്മളൊരു കോംപ്രമൈസ് ചെയ്തു. ഓക്കെ, ഇനി ബൂനുള്ള ഭയങ്കര ടഫായിട്ടുള്ള ചോദ്യമാണേ ഇത്. ബൂ ആൻസർ പറയൂന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഈസ് ശരണ്യ എ ബോൾഡ് വുമൺ? Definitely she is a very quite a bold woman. എൻ്റെ ഞാൻ കല്യാണം ചെയ്യാൻ നേരത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്വാളിറ്റി ശരണ്യയുടെ അത് തന്നെ ഉണ്ടായി. ഷീ ഈസ് വെരി ബോൾഡ് മീൻസ് ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, ഫ്ലാംബോയൻ്റ് ആണ് ആ സമയത്ത്. ഇപ്പോൾ ചെറുതായിട്ട് കുറഞ്ഞു. ഭയങ്കര ബോൾഡ് ഉണ്ടായി. അല്ലാത്തതിനെ അതിൻ്റെ ഹാർട്ടിലൊന്നും ഇല്ല, സ്ട്രേറ്റ് ഫോർവേഡ്. എന്താ അതിൻ്റെ ഹൃദയത്തിൻ്റെ അത് മുഖത്ത് നോക്കി പറയും. അപ്പോൾ ഭയങ്കരമായിട്ട് ബോൾഡ് വുമൻ ആണ്. താങ്ക് യു. യെസ് ഐ ആം. സോ ഇനി ബോടെ എനിക്ക് ഈ ചോദ്യം ഇത്രയൊക്കെ ഇഷ്ടപ്പെട്ടു. ഇത് നോർമലാണ്. അപ്പോൾ ശരണ്യ, സ്കൈക്ക് എന്തെങ്കിലും ക്രൈസിസ് പീരീഡ് ലൈഫിൽ എന്തെങ്കിലും ക്രൈസിസ് ഒന്നും പറയാൻ പറ്റുമോ? ഫൈനാൻഷ്യലി എന്തെങ്കിലും ഒരു ക്രൈസിസ് ലൈഫിലെ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ശരണ്യക്ക്? യെസ്, എൻ്റെ ലൈഫിൽ ഒത്തിരി ക്രൈസിസ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത് കൊച്ചിയിൽ ആദ്യമായിട്ട് വന്ന സമയത്ത് ഞാൻ റെസ്പോൺസിബിലിറ്റി എടുത്തിരുന്നു. ഞാൻ വീട്ടിലത്തെ, കാരണം എൻ്റെ പപ്പയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല, എൻ്റെ പപ്പയ്ക്ക് പറ്റും. പക്ഷെ എനിക്ക് ഹാസ് എ ഡോട്ടർ, മൂത്ത മോള് എൻ്റെ ഒരു ഇതിൽ എൻ്റെ അച്ഛൻ എനിക്ക് എല്ലാം കംഫർട്ട് സോണിലായിരുന്നു തന്നിരുന്നത്. ഇപ്പം എൻ്റെ കുട്ടി ലോൺ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് പ്രഷർ വരും എന്ന് വിചാരിച്ച് എന്നെ ലോൺ എടുപ്പിച്ചില്ല. എനിക്ക് ഇഷ്ടമുള്ള എല്ലാം ഫ്രീഡം തന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ. പക്ഷേ എനിക്ക് എവിടെയൊക്കെയോ എനിക്ക് തോന്നി ഞാൻ തന്നെ ചെയ്യും എന്നുള്ളത്. അപ്പം ഞാൻ ഓരോ പൈസയുടെ വില ഞാൻ പഠിച്ചിരുന്നു. അപ്പം ഞാൻ ഒത്തിരി ജോലി എന്ന് പറഞ്ഞാൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഞാനൊരു ജോലിക്ക് പോയി, അതെൻ്റെ ഫീൽഡ് അല്ലായിരുന്നു. ഞാൻ ആങ്കറിങ്ങിന് പോയി, അതെൻ്റെ ഫീൽഡ് അല്ലായിരുന്നു. ഞാൻ
കുറേ എടുത്ത് എന്താ പറയുക പല സെക്ഷൻസിൽ എനിക്ക് ഡാൻസിലേക്ക് പോയി, ഡാൻസ് കൊറിയോഗ്രഫിയിലേക്ക് ഫുൾ ഇൻഡസ്ട്രി പഠിക്കാനായിട്ട് പോയി. അപ്പം ഈ സ്ഥലത്തൊക്കെ എൻ്റെ ഇയേഴ്സ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഏജിലുള്ള എല്ലാം കുട്ടികൾ ഫ്രണ്ട്സ് ഉണ്ടാക്കിയ, അല്ലെങ്കിൽ അവരെല്ലാവരും പിക്ചർ കാണാൻ പോവുക, അല്ലെങ്കിൽ എല്ലാവരും അവരുടെ ലൈഫ് എൻജോയ് ചെയ്യുന്ന, അല്ലെങ്കിൽ എൻ്റർടൈൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ചിരിച്ച് കളിച്ച് നടക്കുന്ന എൻ്റെ ആ പ്രായത്തിൽ ഞാൻ ഐ ഷുഡ് സേ ഒരു 5,000 റുപ്പീസിന് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഓരോരോ രൂപ ഞാൻ എണ്ണിയാണ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഫോർ എന്താ റെൻറ്റ് കൊടുക്കാനായിട്ട് എങ്ങനെ എനിക്ക് മാക്സിമം പൈസ കളക്ട് ചെയ്യാം എന്നുള്ള ചിന്തയായിരുന്നു ആ സമയത്ത് എനിക്ക് ഓരോ മാസങ്ങളിലും. സോ യെസ്, ക്രൈസിസ് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അയ്യോ എന്നെ ഇമോഷണൽ ആക്കി തീർക്കും. ഓക്കെ, സോ ഇനി മൂന്നുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കുറച്ച് എന്നെ ഇമോഷണൽ ആക്കി. ഇനി നമുക്ക് കുറച്ച് ട്വിസ്റ്റ് കൊണ്ടുവരാം. ഓക്കെ, ബൂന് ഇത് അറിയാവുന്ന കാര്യമാണ്. എന്നെ ഫസ്റ്റ് മീറ്റ് ചെയ്ത സ്ഥലം അവിടെ വീട്ടിലെ വെച്ചെന്നല്ലേ ഫസ്റ്റ് മീറ്റ് ചെയ്തത്? ഒബ്വിയസ്ലി അല്ല. അതെ, അല്ലെന്നേ. ഫസ്റ്റ് we met at your home only in person. Why you are telling lie, Boo? Arey, obviously. See, how can you tell this much lie to audience? No, I'm not lying. No, you are. No, Yes. you're forgetting everything. No. Oh man, ഞാൻ ഒരിക്കലും ബൂനെ മീറ്റ് ചെയ്ത സ്ഥലം മറക്കില്ല. എവിടെ പറ? ബൂവല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ഞാൻ ശരണ്യന്റെ വീട്ടിലെ ഫസ്റ്റ് ടൈം ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോ കണ്ടത്. തെറ്റാണേ ബൂ. എവിടെ കണ്ടു? എവിടെ കണ്ടു? ഫിലിമില് ഒബ്വിയസ്ലി കണ്ടിട്ട്, ബട്ട് ഇൻ പേഴ്സൺ ഞാൻ വീട്ടില് കണ്ടു. ഇപ്പം ഫിലിമായി, പിന്നെ പറയും ഗാർഡൻ ആയി, പിന്നെ പറയും ഫ്ലൈറ്റ് ആയി. ഒബ്വിയസ്ലി ഞാൻ വീട്ടില് വെച്ച ഫസ്റ്റ് ടൈം കാണുന്നത്. അപ്പൊ ഗൈസ് പാവം അവിടെ ഭയങ്കര പോസിറ്റീവ് ആയിട്ട് പറഞ്ഞത്, കാരണം അറിയാം ഞങ്ങൾ വീട്ടിൽ വെച്ച് തന്നെയാണ് കണ്ടത്. ഞാൻ കുറച്ച് തമാശ ചെയ്ത. ടെൻഷനായോ? കുറച്ച് സീരിയസ് ആയോ? പിന്നെ പുറത്തൊക്കെ ഇടിച്ചുണ്ടല്ലോ നിനക്ക് വെച്ചിട്ടുണ്ട്. വീട്ടിൽ പോണം, അതാ എനിക്ക് വീട്ടിൽ പോണം. യെസ്, ഞങ്ങള് കണ്ടുമുട്ടിയത് നമ്മളുടെ വീട്ടിലാണ്. കൈ നിറയെ സമ്മാനം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ശരണ്യനെ ഓൾമോസ്റ്റ് മുമ്പ് തൊട്ട് അറിയണ ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസ് ഉണ്ട്. ഇപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സ് ഒക്കെ അറിയണ പോപ്പുലർ ഫേസ് ഉണ്ടായി. അപ്പൊ അങ്ങനെ ഞാൻ സീരിയലിലെ ഇതിന്റെ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട്. അതെ, അപ്പൊ രണ്ടും പറഞ്ഞ കറക്റ്റ് ആണ്. മീഡിയയിലും കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ വീട്ടിൽ വന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട് സ്കൈ. എന്തെങ്കിലും ഇപ്പൊ റീസെന്റ് ഏതെങ്കിലും ഒരു ഗോസിപ്പ് നീ വെന്റ് ത്രൂ ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു വലിയ ഒരു ഗോസിപ്പ് ആയിട്ട്? എന്റെയോ? നിന്റെ പൊട്ട് എന്തെങ്കിലും ഒരു ഗോസിപ്പ്, അത് ഗോസിപ്പാണ്, ശരിയില്ല, അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഗോസിപ്പ് ഉണ്ടോ? എന്റെ ഗോസിപ്സ് സത്യം പറഞ്ഞാൽ എനിക്ക് കൂട്ടുകാരും ഇല്ലാത്തോണ്ട് എന്റെ ഗോസിപ്സ് നടന്നാ പോലും എനിക്ക് അറിയത്തില്ല. അങ്ങനത്തെ ഒരു ഗോസിപ്സ് അറിയാം. കുടുംബവിളക്ക് 2 കാണാത്തോണ്ട് പലവരും വിചാരിച്ചു ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. പിന്നെ ഞാൻ തായ്ലാൻഡില് മറ്റേ ബീച്ചിന്റെ ഫോട്ടോസ് ഒക്കെ ഇട്ടപ്പോ എല്ലാരും വിചാരിച്ചു നമ്മുടെ ഹണിമൂണും കഴിഞ്ഞു, ഞാൻ പ്രഗ്നന്റ് അതാ വരാത്തേന്ന്. ഇതായിരുന്നു ഞാൻ. That's not true. We are focusing in our career. Yes. അപ്പം ഇനി ബൂനുള്ള അടുത്ത ചോദ്യം, ഡ്രീംസ്. എന്റെ ഡ്രീംസോ? ഇതിപ്പം ബൂന്റെ ഡ്രീംസ് തന്നെ ആയിരിക്കും. ഓക്കെ, എന്റെ പ്രത്യേകിച്ച് ഡ്രീംസ് ഒന്നും ഇല്ല. ഡെഫിനറ്റ്ലി ഞാൻ എന്റെ 2 വർഷത്തെ പ്ലാനിങ് ചെയ്യും. ഞാൻ ഭയങ്കര കാൽക്കുലേറ്റഡ് പേഴ്സൺ ആണ്. ബൈ ഗോഡ് ഗ്രേസ് എനിക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എല്ലാ വർഷം എൻ്റെ ഒരു 2 വർഷത്തെ ഞാൻ പ്ലാനിങ് ചെയ്യും. അപ്പോൾ എൻ്റെ ഡ്രീമിൽ എൻ്റെ ഫസ്റ്റ് എനിക്ക് എൻ്റെ ഒരു നെഫ്യൂ കിട്ടി. അത് എനിക്ക് ഭയങ്കര ഒരു ഡ്രീം ഉണ്ട്. എനിക്കൊരു വീട്ടിലൊരു കുട്ടി വേണം. പിന്നെ രണ്ടാമത്തെ എനിക്ക് കല്യാണത്തെ ഒരു നല്ല ബ്യൂട്ടിഫുൾ വൈഫ് വേണം. അങ്ങനത്തെ ഒരു ഡ്രീം ഉണ്ട്. ഫാമിലി പിന്നെ എൻ്റെ നാച്ചുറലി എൻ്റെ വീട്ടിൽ നല്ല ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ ഡ്രീം കണ്ടു. പിന്നെ ഒരു ആന്ത്രപ്രണർഷിപ്പ്, ഞാൻ ആന്ത്രപ്രണറാണ്, ബിസിനസ് മാനാണ്. അപ്പോൾ അങ്ങനെയും ഞങ്ങൾക്ക് ബെസ്റ്റ് ആന്ത്രപ്രണർ അവാർഡ് കിട്ടി, ഞങ്ങളുടെ ഒക്കെ കിട്ടി. ഇപ്പോൾ അല്ല എൻ്റെ ഫീൽഡിൽ എനിക്ക് 2 വർഷത്തിലെ എൻ്റെ ഒരു ടാർഗറ്റ്സ് ഉണ്ട്. ഞാൻ എല്ലാ വർഷവും ഒരു ടാർഗറ്റ് വയ്ക്കുമ്പോൾ അങ്ങനെ ഞാൻ അച്ചീവ് ചെയ്യും. ഇനിയുള്ള ഈ വർഷത്തെ ടാർഗറ്റ് എന്താണ് ബൂന്റെ? അല്ലെങ്കിൽ അടുത്ത വർഷത്തെ ടാർഗറ്റ് എന്താണ്? ഡ്രീം എന്താണ് ബൂടെ?
എൻ്റെ ഡ്രീം ഇപ്പോൾ ഞാൻ ശരണ്യ സ്കൈനെ പറ്റി ഒരു 2-3 ഡ്രീം വെച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ എനിക്ക് കോൺഫിഡൻഷ്യലാണ്, പറയാൻ പറ്റില്ല. പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഡ്രീം പ്രോജക്ട്സ് ഉണ്ട്. പിന്നെ ശരണ്യ അത് ഓൾറെഡി ഇപ്പോൾ 2-3 വലിയ ബിഗ് പ്രോജക്ട്സ് ഉണ്ട്. സോ ദാറ്റ്സ് എന്നെ കംപ്ലീറ്റഡ്. എൻ്റെ 2 വർഷത്തെ ടാർഗറ്റ്സ് അത് കംപ്ലീറ്റ്. ഹീ സോ ക്യൂട്ട്. എനിക്ക് വേണ്ടി എല്ലാം പ്ലാൻ ചെയ്ത് ഡ്രീം ചെയ്യാണ്. ഹീ സോ ക്യൂട്ട് അല്ലേ? ഓ മൈ ഗോഡ്. ഓക്കെ, ഇനി ബോഡിയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എൻ്റെ. ഓക്കെ. എന്തെങ്കിലും സ്കൈക്ക് എന്തെങ്കിലും ഫിയർ ഉണ്ട്, ഗ്രേറ്റസ്റ്റ് ഫിയർ ലൈഫിൽ? യെസ്, എനിക്ക് ഫിയർ ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ്. എൻ്റെ ഫാമിലി എന്നെ വിട്ടു പോകുമോ, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ആൾക്കാർ എന്നെ എന്തെങ്കിലും വിഷമിപ്പിച്ച് പറയുന്നത്, ഇൻസൾട്ട് ചെയ്യുന്നത്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങനെ ഉണ്ടായാൽ അതൊക്കെ എനിക്കൊരു ഫിയറിൽ വരുന്നതാണ്. എനിക്ക് ഭയങ്കര ഫിയറാണ്. എൻ്റെ ഫാമിലി, എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാർ എന്നിൽ നിന്ന് ദൂരെ പോകുന്നത് എനിക്ക് ഭയങ്കര ഫിയറാണ്. അതെനിക്ക് ഭയങ്കര ഫിയറാണ്. അതിനെ ഇനിയിപ്പോൾ പോസസീവ് പറയാം, അതിനെ ഇപ്പോൾ എന്ത് വേണമെങ്കിലൊക്കെ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ അതെന്റെ സ്നേഹം 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 മാത്രമാണ്. ഐ ലവ് യു ബുബു, ഐ ലവ് യു. ഇനി ബെസ്റ്റ് പാർട്ട് ഓഫ് യുവർ ലൈഫ്? ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ബെസ്റ്റ് 2 പാർട്ടാണ്. ഫസ്റ്റ് എൻ്റെ നെഫ്യൂ അയാൻ, ഞങ്ങളുടെ സുൽത്താൻ, അത് പിന്നെ എൻ്റെ 6ാം പാർട്ടിന് ഞാൻ ടാറ്റു ചെയ്തിട്ടുണ്ട്. അതാ ഇത് ശരിയായത്. ഇത് 2 പിള്ളേരുടെ എൻ്റെ ക്ലോസസ്റ്റ് പേഴ്സൺ. അവർ 2 പേര് ബോൺ ചെയ്ത് അതെൻ്റെ ഒരു ബെസ്റ്റ് മൂമെന്റ് ഉണ്ട്. പിന്നെ 2ാമത്തെ എൻ്റെ കല്യാണം സ്കൈ. അപ്പോൾ സ്കൈയുടെ ടാറ്റു ചെയ്തിട്ടുണ്ട്. സ്കൈൻ്റെ കല്യാണത്തെ ദിവസം എൻ്റെ ഭയങ്കര വൺ ഓഫ് ദി എൻ്റെ മോസ്റ്റ് ചെറിഷബിൾ മൂമെന്റ് എൻ്റെ ലൈഫിൻ്റെ അതാണ് കല്യാണം. ഭയങ്കര സന്തോഷം. അയ്യോ, ഈ ചോദ്യം എല്ലാം ഭയങ്കര രസമുണ്ട്. ഇങ്ങനെ ഈ ചോദ്യം എല്ലാം തീർന്നു പോയി, ഇനിയും ചോദ്യം വേണമായിരുന്നല്ലോ. എനിവേസ്, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. കാരണം പരസ്പരം കാണാൻ, സംസാരിക്കാനും ഇങ്ങനെയൊക്കെ ടാസ്കിലൊക്കെ സത്യമായിട്ട് പറയുന്നുണ്ട് കാര്യങ്ങൾ. നമ്മളിങ്ങനെ വീട്ടിലിരുന്നാലും സംസാരിക്കുന്നില്ലല്ലോ, ഒന്നും നമ്മൾ ചോദിക്കുന്നില്ല. സോ യാ, മൈൽസ്റ്റോൺ മേക്കർ ഇത്ര നല്ല ടാസ്ക് കൊടുത്തു. അപ്പം താങ്ക് യു സോ മച്ച് എൻറ്റയർ ക്രൂ എല്ലാവർക്കും. ആൻഡ് വി ലവ് ദിസ് പീപ്പിൾ. ഇത്ര നല്ല ടാസ്ക് ഞങ്ങൾ കൊടുത്തു. ഞങ്ങൾക്ക് ഇനിയും കൂടി ഇച്ചിരി കൂടി കണക്ട് ആയി. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഞങ്ങൾ വീട്ടില് ക്വസ്റ്റ്യൻ കുറഞ്ഞു പോയോ എന്നാണ് എന്റെ ചോദ്യം. അപ്പോൾ താങ്ക് യു ഫോർ ദ ടാസ്ക്, ലവ്ലി ടാസ്ക്. ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തു. അപ്പോൾ എല്ലാവരും ക്രൂ ആൻഡ് സ്റ്റാഫ്ക്ക് താങ്ക് യു.